പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികളുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ലക്ഷ്മി, ഇന്ന് വൈകിട്ട് ഉത്തർപ്രദേശിൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തും എന്നുള്ളതാണ് നിലവിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. വൈകിട്ടെത്തുന്ന പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിലെ ദർശനത്തിനോടൊപ്പം തന്നെ സരയൂ ആരതിയിൽ പങ്കെടുക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ജനുവരിയിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയിൽ അതിൽ ഒരു യജമാനന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് രാംലല്ലയെ പുതിയ രാമക്ഷേത്രത്തിൽ കുടിയിരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പരിശോധിക്കുമ്പോൾ ക്ഷേത്രം എന്നുള്ളത് ബി.ജെ.പിക്ക് വളരെയധികം മൈലേജ് നൽകുന്ന അല്ലെങ്കിൽ ജനപിന്തുണ നൽകുന്നൊരു വിഷയം കൂടിയാണ്. കാരണം ഹൈന്ദവ സമൂഹത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യം ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഭാരതത്തിലെ ഹൈന്ദവ സമൂഹം കാലങ്ങളായി ആവശ്യപ്പെടുകയും അതിനുവേണ്ടി നിരവധി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അയോധ്യയിലെ രാമജന്മഭൂമി എന്നുള്ളത്. അവിടെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രം പൂർണ്ണതയിലേക്ക് എത്തിയത് വലിയ രീതിയിൽ ജനപിന്തുണ മോദി സർക്കാരിന് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാമക്ഷേത്രത്തിലെ ദർശനം രാഷ്ട്രീയപരമായി കൂടി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഒപ്പം കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടെ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടും വികൃതമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തയ്യാറായിരുന്നു. എന്ന് രാഹുൽ പ്രതികരിച്ചത്, അതായത് നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിങ്ങൾക്കറിയാം, അവരൊരു ആദിവാസിയാണ്, അതുകൊണ്ടാണ് അവരുടെ മുഖം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കാണാൻ സാധിക്കാത്തത്. അവരോട് പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നു, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് അവർക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നു എന്ന വികൃതമായ പ്രതികരണമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന് കൃത്യമായ മറുപടി ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് നൽകുകയും ചെയ്തിരുന്നു. അതായത് വിടുവായത്വമാണ്, അറിവില്ലായ്മയാണ് രാഹുലിന്റെ ഇത്തരം പ്രസ്താവനകൾക്ക് പിറകിൽ. അസംബന്ധമായ പ്രസ്താവനകൾ നടത്തരുത്. നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്നിവർക്ക് പ്രത്യേക ക്ഷണം ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്നു. ഒരു കാരണവശാലും അത്തരത്തിൽ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇത്തരം വിവാദങ്ങൾക്കിടയിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അല്ലെങ്കിൽ ഇത്തരം കോൺഗ്രസിന്റെ ഉൾപ്പെടെ അനാവശ്യ ആരോപണങ്ങൾക്കിടയിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാമക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത്. ഒപ്പം യു.പിയിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ എല്ലാ ഘട്ടങ്ങളിലും 7 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ്. അവിടെ 2 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ബി.ജെ.പി വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ തവണ 62 സീറ്റുകൾ ബി.ജെ.പിയും 2 സീറ്റുകൾ സഖ്യകക്ഷിയും ഉൾപ്പെടെ 80-ൽ 64 സീറ്റുകളും ബി.ജെ.പിക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. റായ്ബറേലി എന്ന ഒറ്റ സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് നേടാൻ സാധിച്ചത്. 5 സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും നേടി. ഇത്തവണ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയും പിടിച്ചെടുത്തുകൊണ്ട് ഉത്തർപ്രദേശിൽ 80-ൽ 80 സീറ്റുകളും നേടിയെടുക്കുമെന്ന വലിയ പ്രഖ്യാപനമാണ് യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കൾ ഉത്തർപ്രദേശിൽ നടത്തിയത്. അതിന് സമാനമായി വലിയ രീതിയിൽ ജനങ്ങളെ ഇറക്കിയുള്ള, അല്ലെങ്കിൽ അത്രയും ജനത്തിരക്കുള്ള പൊതു റാലികളും റോഡ് ഷോകളുമാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉത്തർപ്രദേശിൽ നടത്തുന്നത്.